രാഹുൽ വിഷയത്തിൽ ഒരു ഇടതുപക്ഷാനുഭാവിയുടെ പ്രതികരണം. ITV ന്യൂസ്, റിയാക്ട് ഫോർ റൈറ്റ്, ജനങ്ങളുടെ പ്രതികരണങ്ങൾ. രാഹുലിന് നീതി തേടിയുള്ള മിഷൻ 250യുടെ 84-ാം ദിനമായ ഇന്ന് പാലക്കാട്ട് നിന്നും ഞങ്ങൾക്ക് ലഭിച്ച ഒരു പ്രതികരണം കേൾക്കുക. ഇദ്ദേഹം കടുത്ത ഒരു ഇടതുപക്ഷാനുഭാവിയാണ്. എങ്കിലും ആ പാലക്കാട്ട് മണ്ഡലത്തിൽ കുറഞ്ഞ സമയം കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത ആ വികസന പ്രവർത്തനങ്ങൾ കണ്ട ഈ ഭാവിയുള്ള ചെറുപ്പക്കാരനെ വളഞ്ഞിട്ടാക്രമിക്കുകയും നശിപ്പിക്കാൻ ശ്രമിക്കുന്നതിനുമെതിരെ സയ്യദ് മുഹമ്മദ് എന്ന പാലക്കാട്ടുകാരൻ്റെ പ്രതികരണം കേൾക്കുക. എൻ്റെ പേര് സയ്യിദ് മുഹമ്മദ്. എൻ്റെ സ്ഥലം പാലക്കാട് ജില്ല, ആലത്തൂർ താലൂക്ക്, പുതുക്കോട് പഞ്ചായത്ത്. സാറേ, പാലക്കാട് മാങ്കൂട്ട് രാഹുൽ മാങ്കൂട്ട് നല്ലൊരു പയ്യനല്ലേ. അയാളെ നിങ്ങൾ മറ്റേ കോമഡിക്കാരനൊക്കെ കൊണ്ട് നിർത്താൻ നിന്ന് കഴിഞ്ഞാൽ അവിടെയുള്ളവർ വോട്ട് ചെയ്യും. ഈ ഇന്നത്തെ പ്രശ്നങ്ങൾ മുഴുവൻ ഒരു പെണ്ണൊരുത്തി പൊലയായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് മറ്റേ ഉമ്മൻചാണ്ടി സാറിന് പറഞ്ഞ പോലെ തന്നെയല്ലേ. ഇത് പറയാൻ പറ്റില്ല, കാരണം ഞാൻ മാർഗസ്റ്റുകാരനാണ്. ആ നല്ലൊരു ചെറുപ്പക്കാരന്റെ ഭാവിനെ ഇവരെല്ലാരും കൂടി കളിക്കുകയല്ലേ ചെയ്യുന്നത് സാറേ. അത് പാലക്കാട്ടുകാർക്ക് അറിയാം, പക്ഷെ ഇവന്മാര് അത് കണ്ടില്ലെന്നും മനസ്സിലായില്ലെന്നും നടിക്കുക ഇവന്മാര്. അല്ല സാറേ, ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കേരളത്തില് 14 ജില്ലയും ചിലപ്പോൾ തൂക്കി എറിയും. BJPക്ക് മാറാൻ വലിയ പണിയൊന്നുമില്ല. മുസ്ലിംസിനൊക്കെ നല്ല ബുദ്ധിയും വിവരമൊക്കെ ഉണ്ട്. ഇത് ഞാൻ വിളിക്കുന്ന മുസ്ലിംസാ. ഇപ്പൊ ഞാൻ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് ജില്ലാ പഞ്ചായത്തിക്ക് വോട്ട് ചെയ്തത് BJPക്കാണ്. കാരണം ഞങ്ങളുടെ പഞ്ചായത്തിലെ ഭരണം ശരിയില്ലാത്തത് കൊണ്ട്. അതെ, ഞാൻ ഒരു മിനിറ്റ് പറയട്ടെ. എൻ്റെ മകൻ DYSI സെക്രട്ടറി, മകള് പഞ്ചായത്ത് സെക്രട്ടറി, മാർക്സിസ്റ്റ് പാർട്ടിന്റെ. എൻ്റെ കുടുംബം മൊത്തം മാർക്സിസ്റ്റുകാരനാണ്. പക്ഷെ കോൺഗ്രസിൽ നിന്ന് ഇത്രയും നല്ലൊരു ചെറുപ്പക്കാരനെ കുറിച്ചിട്ട് ഈ ജാതി പൊലയായിട്ട് സകല ചാനലുകാരും പറയുന്നുണ്ട്. യഥാർത്ഥ സത്യത്തില് അവള് നേരത്തെ കൂട്ടി അത് ചെയ്യേണ്ടതായിരുന്നില്ല. അങ്ങനെ ആയ ഒരു ചെറുപ്പക്കാരന്റെ ജീവിതം തൊലച്ചിട്ട് അവൾക്ക് എന്താ ലാഭം കിട്ടാമെന്ന്. അവള് ഒരു കുടുംബത്തോടെ ഇരിക്കുന്നില്ല. ആ കുട്ടിന്റെ കുടുംബത്തിലെ അച്ഛന്, അമ്മ, അയാളുടെ പെങ്ങന്മാര്, അവരെ സ്ഥിതി ഒന്ന് ആലോചിക്കുന്നുണ്ട്. അവര് രാഷ്ട്രീയം പറയാം, നമുക്ക് എന്ത് വേണമെച്ചാലും സാറിനെയും പറയാം, എന്നെയും പറയാം. ഒരു ഭാവി ആ ഒരു ചെറുപ്പക്കാരന്റെ ഭാവി തൊലക്കില്ല ചെയ്യുന്നത്. ഇനി അവിടെയുള്ള ജനങ്ങൾ എന്തായാലും അവിടുത്തെ മുസ്ലിംസിന്റെ വോട്ട് എന്തായാലും കോൺഗ്രസിന് ഇനി കിട്ടുമെന്ന് രണ്ടാം കടയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പാലക്കാട് മുഴുവനും കയറി ഇറങ്ങുന്ന ഒരു വ്യക്തിയാണ്. പാലക്കാടിൽ 87 പഞ്ചായത്തോളം ഉണ്ടെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഈ 87 പഞ്ചായത്തിൽ ഞാൻ കയറി ഇറങ്ങുമ്പോൾ ഓരോ നാട്ടിലും നടക്കുന്ന ചർച്ച മുഴുവനും രാഹുൽ മാങ്കൂട്ട ചെറുപ്പക്കാരൻ്റെയാണ്. അവന് ഇത്രയും നല്ലൊരു ചെറുപ്പക്കാരന്റെ ജീവിതം തൊലച്ചിട്ട് ഈ പാർട്ടിക്കാർക്ക് എന്ത് കിട്ടാനോ സാറേ? അല്ല, ഞാൻ സാറിന് ദേഷ്യപ്പെടാൻ വേണ്ടി വിളിച്ചല്ലോ. അതെന്താ അറിയുള്ളൂ, ഇത് ജനങ്ങളുടെ പ്രതിഷേധം നിങ്ങൾ അറിയിക്കുക തന്നെ വേണം. കാരണം ഞാൻ കണ്ണമ്പറ പുതുക്കോട്ട് നിന്നാണ് ഈ വിളിക്കുന്നത്. എനിക്കിത് പറയേണ്ട കാര്യമില്ല. കാരണം ഞാനൊരു മാർക്സിസ്റ്റുകാരൻ്റെ കുടുംബത്തിൽ ജനിച്ചതാണ്. എനിക്ക് വയസ്സ് 57 ഞാൻ ഇന്നേ വരെ അതിൻ്റെ ആദർശം കൊണ്ട് നടക്കണം. പക്ഷെ നമ്മൾ നിങ്ങളുടെ എല്ലാ ചാനലുകളും ഞാൻ വൈകുന്നേരം 8 മണിയാകുമ്പോൾ ന്യൂസുകൾ വെച്ച് കാണുമ്പോൾ ഒരു ചെറുപ്പക്കാരനെ മാത്രം ഇട്ടിട്ട് ഈ കൊല ചെയ്യുന്നത് ശരിയാണോ സാറേ? ഇപ്പൊ മാർക്സിസ്റ്റ് പാർട്ടി തന്നെ എത്ര ഭീകരന്മാർ കിടക്കുന്നുണ്ട്. ഇന്ന് മറ്റേ ട്രാൻസ്പോർട്ട് മന്ത്രി പെണ്ണുപിടി തന്നെയല്ലേ, മുകേഷ് പെണ്ണുപിടി തന്നെയല്ലേ. ഇവരെയൊക്കെ പാർട്ടി എന്ത് ചെയ്ത് തൂക്കിക്കൊന്നവരെ അവർ ചേർത്ത് പിടിക്കുകയല്ലേ ചെയ്തത്. ഇവർ കോൺഗ്രസ്സുകാർ നല്ലൊരു ചെറുപ്പക്കാരനെ പാർലമെന്റിൽ അസംബ്ലിയിലേക്കും കയറിപ്പോട്ട ചെറുപ്പക്കാരനെ ഇവർ തൊലയ്ക്കല്ലേ ചെയ്യുന്നത്. രമേശ് ചെന്നിത്തല സാറിന് ഇത്തിരിയെങ്കിലും വിവരമുണ്ട് വിചാരിച്ചു. പക്ഷെ അയാള് അതിലേറെയുള്ള മോശപ്പെട്ട ആളായി മാറി. കാരണം മറ്റാളിനെ BD സതീശനെ ഒന്നും പറയാൻ കഴിയില്ല. കാരണം അയാൾക്ക് ആദർശം എന്താണ്, രാഷ്ട്രീയം എന്താണെന്ന് അറിഞ്ഞിട്ടല്ല അയാൾ പെരുമാറുന്നത്. അയാളുടെ ജീവിത മാർഗത്തിന് പണം ഉണ്ടാക്കാൻ വേണ്ടി പല ചെറുപ്പക്കാരെയും ഉപയോഗിച്ചുകൊണ്ട് അയാള് മുന്നേറാൻ നോക്കുക. പക്ഷെ ഇവൻ അങ്ങനെയല്ല. ഇവൻ ഒരു വ്യക്തിനെയും ദ്രോഹിക്കാതെ നല്ലൊരു ഭരണം കാഴ്ചവെക്കുന്ന ഒരു MLA ആണ്. കാരണം തന്നെ അറിയാലോ, ഇപ്പൊ പാലക്കാട് ഇപ്പൊ എത്രയും ഈ 5 വർഷം ആകാറായി. ഇപ്പൊ 4 മാസം കൂടി കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പാണ് വരുന്നത്. 3 മാസത്തോളം ഉള്ളൂ. ഈ 5 വർഷത്തിനുള്ള അവന് എന്ത് തെണ്ടിത്തരം അവിടെ കാണിച്ചിരിക്കുന്നത് ജനങ്ങൾക്ക് ഉപകാരമല്ലാതെ. നമുക്കറിയാലോ, ഞാൻ ഈ കണ്ണമ്പറ പുതുക്കോട്ടുനിന്ന് നിങ്ങളുടെ ന്യൂസിലൂടെ കണ്ടിട്ടുള്ളതേ ഉള്ളൂ. ഞാൻ ആ വ്യക്തിയെ നേരിട്ട് കണ്ടിട്ടില്ല. എൻ്റെ ഒരു മകൻ്റെ പ്രായമേ ഉള്ളൂ. പക്ഷെ ഞാൻ ആ കുട്ടിച്ചക്കനെ ഇന്നേവരെ കണ്ടിട്ടില്ല, കാണാനായിട്ട് മെനക്കെട്ടിട്ടുമില്ല. പക്ഷെ ഞാൻ വിചാരിച്ചിരുന്നത് രമേശ് ചെന്നിത്തല സാറിനെങ്കിലും ഇത്തിരി വിവരം ഉണ്ടാകും ഉമ്മൻചാണ്ടി സാറ് പോയതിനു ശേഷം എന്നായിരുന്നു. ഒന്നിനും പറ്റാത്ത 95 വയസ്സായ 78 വയസ്സിൽ ഉമ്മൻചാണ്ടി സാറിനെ ഒരു സരിത നായർ കൊലയായിട്ട് പറഞ്ഞുണ്ടാക്കിയിട്ട് LDF സാർക്കാര് ഭരണം പിടിച്ചെടുത്തു. സാറിന് അറിയാലോ, ഇപ്പൊ ഈ 10 വർഷം മാർക്സിസ്റ്റ് പാർട്ടി ഭരിച്ചിട്ട് പാലക്കാട് എന്ത് മറിച്ചു എന്നപ്പോ നിങ്ങൾ അറിയുന്നത്? നാട്ടുകാരെ പലിശ വാങ്ങിച്ചിട്ട് തിന്നതല്ലാതെ അവർ എന്ത് ചെയ്യാനാ? പിന്നെ ഒരു നായിന്റെ മകൻ നാളിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു,
മറ്റേ തെരഞ്ഞെടുപ്പ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു പെൻഷൻ പണം കൊടുക്കുന്നൊക്കെ അയാൾക്കുടെ വീട്ടിൽ നിന്നാണ്. എന്താ മാണിയാ കീണിയാ? അതിനൊക്കെ നേരത്തെ കിട്ടിക്കഴിഞ്ഞാലേ ജനങ്ങൾ ചുറ്റീകരിക്കും, LDFന്റെ ആളുകൾ തന്നെ. പിന്നെ തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ 103 കോടിയോളം ഉറുപ്പ്യ കോർപ്പറേഷൻ പിരിവ് തന്നെ കിടക്കുന്നുണ്ട് LDFന്റെ. ഇതങ്ങനെ ഓരോ പഞ്ചായത്തുകളിലും അവരുടെ അഴിമതികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു ഭരണം വരണം, നല്ലൊരു നാട് വികസനത്തിന് വരണം പറഞ്ഞ് നിൽക്കുന്ന അവിടുത്തെ നല്ല നല്ല ചെറുപ്പക്കാർ കുട്ടികൾ കയറി വരേണ്ട കാലഘട്ടങ്ങളിൽ ഇവർ ഈ വയസ്സന്മാര് മനഃപൂർവ്വം കോൺഗ്രസിന്റെ തെണ്ടി തമ്മാടികളാണ് ഇവരായിട്ട് വട്ടത്തിരിപ്പിക്കുന്നത്. ഈ കുട്ടിച്ചക്കനെ നല്ല ഭാവിയുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അത് സാറുമാര് വിചാരിച്ചു കഴിഞ്ഞാൽ അവരെ കൊണ്ടുവരാൻ കഴിയും. അല്ലെങ്കിൽ ആ കുട്ടി സ്വതന്ത്രനായി നിന്ന് കഴിഞ്ഞാൽ അവിടെ വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കും. ഞാൻ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ആദർശത്തിലൂടെ ഞാൻ പറഞ്ഞതല്ല, ഒരു വ്യക്തിപരമായിട്ട് ഒരു നല്ലൊരു ഭരണം കാഴ്ചവെക്കുന്ന ഒരു ചെറുപ്പക്കാരൻ കുട്ടി. അപ്പോൾ പാലക്കാട് ജില്ലയിൽ 87 പഞ്ചായത്തിൽ ഒരു 2-3-4 MP പോയിട്ടുണ്ട്. 4 കോർപ്പറേഷനുണ്ട്, 4 കോടതികളുണ്ട്, എല്ലാം ഇവിടെ ഉണ്ട്. പക്ഷേ ഏറ്റവും മുൻപിൽ നിൽക്കുന്ന പാലക്കാട് ജില്ലയിൽ നല്ലൊരു ഭരണം കാഴ്ചവെച്ച ഒരു ചെറുപ്പക്കാരൻ കുട്ടിയാണ്. അതിനെക്കുറിച്ച് ഒരു പെണ്ണെടുത്ത് ഒരു ചാനലിൽ ഇരുന്നിട്ട് കൊല്ലം പോലെയായിട്ടും പറയുന്നത് എല്ലാവർക്കും കഴിയും സാറേ, എനിക്കും കഴിയും നിങ്ങളെ കുറിച്ച് തെണ്ടിത്തരം പറഞ്ഞിട്ട് കേസ് കൊടുക്കാനും മറ്റുള്ളത് പറഞ്ഞ് ചെയ്യാനും. അതൊരു മര്യാദപ്പെട്ടതല്ല. രാഷ്ട്രീയം അങ്ങനെയല്ല. അത് കണ്ട് നമ്മൾ കൂടുതലും ഞാൻ പറയുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ചെറുപ്പക്കാരൻ കുട്ടി നല്ലൊരു ഭാവിയുള്ള മനുഷ്യനാണ്. അവൻ്റെ ഭാവിനെ തുലയ്ക്കാൻ വേണ്ടിയിട്ട് കുറേ ജനങ്ങൾ കൂടിയിട്ട് പൊലയാട്ട് പറഞ്ഞുണ്ടാക്കി കൈക്കൂലി കൊടുത്തിട്ടും മറ്റേ ഇതിൽ നമ്മളെല്ലാ ചാനലുകളും ന്യൂസ് മണിക്കൂറിന് നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. സാറുമാർ വിചാരിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിനെ കൊണ്ടുവരാൻ കഴിയും എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് സാറിനെ വിളിച്ചത്. എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. എന്താ നമ്മൾ ഇത്രയും പറയാൻ കാരണം നല്ലൊരു ഭാവിയുള്ളൊരു കുട്ടി. ഇപ്പൊ സാറിന് തന്നെ അവിടെ പോയിട്ട് ഒരു ക്യാമറ കൊണ്ടുപോയി നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ കുട്ടി നിൽക്കുന്ന 9 വാർഡുകളിൽ പഞ്ചായത്തുകളിൽ 7 പഞ്ചായത്ത് അങ്ങനെ കണ്ടാണ് ഒരു MLA തിരഞ്ഞെടുക്കുന്നത്. ആ MLA തിരഞ്ഞെടുത്താൽ ആ പഞ്ചായത്തുകളിൽ സാറിന് അന്വേഷിച്ചാൽ തന്നെ ആ കുട്ടി ചെയ്ത വികസനങ്ങൾ നമുക്ക് അവിടെ നോക്കിയാൽ കാണാൻ കഴിയും. ഒരു പാർട്ടിക്കാരനെ ആദർശമൊന്നും വേണ്ട. കാരണം ഓരോ MLA ഫണ്ടുകൾ ഉപയോഗിച്ചിട്ട് ഓരോ നല്ല കാര്യങ്ങളും കട്ട കാര്യങ്ങളും ചെയ്യുന്നവരുണ്ട്. കൈക്കൂലി വാങ്ങിയിട്ട് ഒരു ചുരുങ്ങിയത് 1,00,000 ഉറുപ്പ്യക്ക് 30,000 ഉറുപ്പ്യ വരെ ഒരു പഞ്ചായത്തിലിരിക്കുന്ന ഒരു വാർഡ് മെമ്പർ കൈക്കൂലി വാങ്ങുമ്പോൾ ഒരു MLAക്ക് എത്ര 1000 ഉറുപ്പ്യ വരെ എടുക്കാൻ പറ്റുന്ന സാറൊന്ന് ഊഹിച്ചു നോക്കി. പാലക്കാട് ഇപ്പം എൻ്റെ അറിവ് വെച്ചിട്ടാണ് വെച്ച് കഴിഞ്ഞാൽ പാലക്കാട് ഒരു 3-4 കേന്ദ്ര ഫണ്ടും കേരള സർക്കാരിന്റെ ഫണ്ടും കൂടി ഉപയോഗിച്ചിട്ട് പാലങ്ങൾ വരുന്നുണ്ട് കേരള സർക്കാർ. ഓരോ പാലത്തിനും അവിടുത്തെ MLA MP കോടികളാണ് പാലക്കാട് നിന്ന് എടുത്തിരിക്കുന്നത്. എല്ലാം സാറിന് തെളിയിക്കാൻ പറ്റില്ല, ഞാൻ തെളിയിച്ച് കാണിച്ചു തരാം. ഓരോ ടെൻഡറുകാരൻ്റെ അടുത്തും ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ഉദ്ഘാടനം ചെയ്യാമെന്നെങ്കിൽ MLAക്ക് കൊടുക്കണം 1,00,000 ഉറുപ്പ്യ. ആ ബില്ല് പാസ്സാക്കി വെച്ചവനിക്ക് കൊടുക്കണം 1 കോടി ഉറുപ്പ്യ. ഇന്ന് ഏതൊരു ബസ് പോകുന്ന വലിയ പാലങ്ങൾ പറഞ്ഞിട്ടുണ്ടോ 15 കോടി 16 കോടി ഉറുപ്പ്യാണ് ഓരോ പാലത്തിന് ടെൻഡർ വെച്ചിരിക്കുന്നത്. ആ ടെൻഡർ വെച്ചാൽ ഏറ്റവും കൂടുതൽ വാങ്ങുന്നത് അവിടുത്തെ വൻ CPIന്റെ നേതാക്കന്മാരാണ് കൂടുതലും കൈപ്പറ്റിയിരിക്കുന്നത്. ആ കൂട്ടിന്റെ വലിയൊരു അഴിമതി സാറിന് കാണിച്ചു തരാൻ പറ്റൂ? ഹലോ, കേൾക്കുക. അല്ല, ആ കുട്ടിന്റെ പേരിൽ ഒരു അഴിമതി എവിടെയെങ്കിലും കാണിക്കാൻ പറ്റുമോ? ഒരു കോൺഗ്രസ്സുകാരന് ഇതുപോലെ ചെയ്തില്ല. ഈ കണ്ണമ്പ്ര പഞ്ചായത്തിൽ തന്നെ തിന്നിലാപുരം പാലം, അതായത് വാണിയമ്പാറ ടു എർച്ചക്കുളം ഒരു റോഡ് വികസനമാണ്. ആ വികസനത്തിൽ ഏറ്റവും വലിയൊരു പാലം പണിതാണ് കണ്ണമ്പ്ര പഞ്ചായത്തിൽ കാവശ്ശേരി പഞ്ചായത്തും കൂടി ഇടയിൽ തിന്നിലാപുരം പുഴ പാലം. അത് 14 കോടി ഉറുപ്പ്യാണ്. അതിൽ ഒരു പാലത്തിന് AK ബാലേട്ടൻ വാങ്ങിച്ചിരിക്കുന്നത് 1 കോടി ഉറുപ്പ്യാണ് കൈക്കൂലി. ഇവിടുത്തെ MLA വാങ്ങിച്ചിരിക്കുന്നത് 3 ലക്ഷം ഉറുപ്പ്യാണ് ഉദ്ഘാടനത്തിന്. ഈ പാലക്കാട് പുതുക്കോട് കിടക്കുന്ന ഞാൻ അവനിക്ക് വേണ്ടി പറയണമെങ്കിൽ അവൻ നല്ലൊരു ചെറുപ്പക്കാരനായതുകൊണ്ട് അത് പറയുന്നത്. ഞങ്ങളൊക്കെ ഇത് കണ്ട് ജനങ്ങളുടെ നീതിപ്പടം ഇവരന്മാരുടെ കുടുംബത്തേക്ക് കൊണ്ടുപോകുക എന്നല്ലാതെ ഇവിടെ ജനങ്ങൾക്കൊന്നും ആർക്കും ഒരു വികസനം ചെയ്തില്ല. ആ കുട്ടിന്റെ ഫണ്ടിൽ ആ കുട്ടി 1 ഉറുപ്പ്യ കൈക്കൂലി വാങ്ങേണ്ട കാര്യമില്ല. ആ കുട്ടിന്റെ കുടുംബത്തിലേക്ക് കൊണ്ടുപോയിട്ട് നേരാക്കേണ്ട കാര്യമില്ല. അവരെ അച്ഛനമ്മമാരനെ അവർക്ക് ജീവിക്കേണ്ട ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ലൊരു ചെറുപ്പക്കാരന്റെ ഭാവി സാറേ ഈ നാട് നശിക്കുന്നത് കൊണ്ട് ഇതിൽ പോകുന്നതെന്നുള്ളത് നല്ലൊരു ഭരണം വരും കോൺഗ്രസിന്റെ എന്ന് പറയുമ്പോൾ പാലക്കാടിലെ ഈ അടി ഇവർക്ക് എല്ലാവിടേക്കും ബാധിക്കും. 13 ജില്ലയിലും MP-മാരും MLA-മാരും കോൺഗ്രസിന്റെ തോൽക്കാനാണ് പോകുന്നത്. ആ കുട്ടി ഇവിടെ ഇല്ലെന്ന് കഴിഞ്ഞാൽ പാലക്കാട് നിന്നില്ല വെച്ചാൽ 13 ജില്ലയിലും വേണമെങ്കിൽ സാറ് എണ്ണി വെച്ചോ, എൻ്റെ പേരും കുറിച്ച് വെച്ചോ, 13 ജില്ലയിലും വരാൻ പോകുന്നത് BJP-ക്കാരായിരിക്കും. മാർക്സിസ്റ്റുകാർ എന്തായാലും വരുന്നതൊക്കെ കുറവായിരിക്കും. മുൻകാരണം BJP-ക്ക് തന്നെ മുസ്ലിംസും ഹിന്ദു എല്ലാവരും വോട്ട് കൊടുക്കാൻ പോകുന്നത്. കാരണം ഇവരുടെ ഭരണം കണ്ട് 10 വർഷം കൊണ്ട് നാട് കുട്ടിച്ചോര് മട്ടത്തങ്ങാക്കി. വയനാട്
ദുരിത കേസിൽ LDF പിരിച്ചെടുത്തിരിക്കുന്നത് 1500 ചില്ലാനം കോടി ഉറുപ്പിയോളം പിരിച്ചിട്ട് അവിടെ ഇരിക്കുന്നവർക്ക് ഒരു 300 വീട് പണിത് കൊടുത്തിട്ടുണ്ട്. സാറൊന്ന് പോയി നോക്ക്, ആ സ്ഥലങ്ങളൊന്ന് കാണണമെങ്കിൽ. പെറ്റവർ കാണില്ല, നമ്മളെ മക്കളും കുട്ടികളൊക്കെ ആയിട്ട് ഇരിക്കുന്നു. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക. i2i ന്യൂസ്, an eye for truth.